ഈ 4 കൊല്ലം മുമ്പ് സ്നേഹ ശൈലന്റെ വീട്ടിൽ കൃപാസന പത്രം കിട്ടിയതാണ്. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് പത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നോർത്തുകൊണ്ട് അവളിത് കൊണ്ടുപോയി എവിടെയോ ചേടി വെച്ച്. പക്ഷെ പത്രം അവിടെ ഇരിപ്പുണ്ട്. കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇരിപ്പുണ്ട്. എന്ത് ചെയ്ത് 4 കൊല്ലം അടിക്കടി ഇതുപോലെ ദുരന്തങ്ങൾ, ഭർത്താവ് ജയിലിലാകുന്നു. അതായത് നമുക്കെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അറിയാം മക്കളെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലീഡർ വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ, അതിൻ്റെ ഒരു ഷാഡോ നിന്നെ കാണിച്ചിരിക്കും. നിനക്കുള്ളൊരു കുഴപ്പം ഈ ദൈവത്തിൻ്റെ ഈ നോട്ടുകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത തിരക്കായി പോണതാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം അതാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ, പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമല്ലേ. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമല്ല. ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്വന്തം തന്നെ മേൽക്കോയ്മ ഇങ്ങനെയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ അന്ധവേഗങ്ങളിലെ ദൈവത്തിൻ്റെ നിന്നെ കാണിക്കുന്ന നിന്നെ സൂചനകളെ കാണാൻ പറ്റാതെ വരും. ദൈവം നമ്മളെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, ദൈവം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിവേചിക്കാൻ കഴിയണില്ല. കാര്യം ജനങ്ങൾക്കെല്ലാം വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരൂപിയാണ്. ആദിമസഭയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് സഭയുടെ പ്രത്യേകമായ ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിൽ വന്നപ്പോൾ ദൈവജനത്തിൻ്റെ അടയാളങ്ങൾ, അവർക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്കൊക്കെ അതാണ് മനസ്സിലാകണത്. ദൈവം ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് നിങ്ങൾ പുറപ്പാട് എഫേസ്യസ് 1:17 വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫേസോസ് 1:17. അപ്പോൾ എഫേസ്യസിലെ സഭയ്ക്ക് കോമൺ പീപ്പിളാണ്. എഫേസ്യസിലെ കോമൺ പീപ്പിളിനെ പൗലോസ് അപ്പോസ്തലൻ മെത്രാൻ എഴുതുന്നതാണ്. എന്താ എഴുതുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആദിമസഭയുടെ ഒരു സ്പിരിറ്റ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പീപ്പിളിനോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണം? ദൈവം. ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പൊ നമ്മളൊരു അനുഭവത്തിന്റെ ഒരു യാത്രയിലാണ്. നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയം സംഭവിക്കുന്നതാണ് അറിവ്. എന്ത് സംഭവിക്കുന്നു അല്ലേ, അതാണ് അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടി സംഭവിക്കുന്നു, അതാണ് ജ്ഞാനം. ഓരോ വിഷയത്തിനും ജ്ഞാനവും ഉണ്ട്. ആ 2 ഘടകങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് ശരിക്കും. അതായത് ഒരു ആധ്യാത്മിക നേതൃത്വം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആധ്യാത്മിക ഒരു നേതൃത്വത്തിലേക്ക് അനുഭവം കൊണ്ട് വളർന്നു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി നയിക്കാൻ പറ്റുന്ന കഴിവിലേക്ക് വരും. എനിക്കങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ലേമൻ എംപവർ ചെയ്തിട്ട് അവർ തന്നെ അവരിലുള്ള ബലഹീനമുള്ളവരെ വചനം കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു സഭ ഉണ്ടാകണം. ബെനഡിക്ട് മാർപ്പാപ്പ മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? സഭയെക്കുറിച്ച് ചോദിച്ച് മാർപ്പാപ്പ ചോദിച്ച്, അങ്ങ് ഭാവി സഭയെക്കുറിച്ച് എന്താ പറയണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വി വിൽ ഹാവ് എ ഷോർട്ടൺ ചർച്ച്. നമുക്ക് ഒരു ചെറിയൊരു സഭയുണ്ടാകാൻ പോകണം. സഭാ ചുരുക്കം എന്ന് പറയും. മനസ്സിലായില്ലേ? സഭ ഇപ്പോൾ മഴച്ചുരുക്കം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രതിഭാസമാണ് സഭാ ചുരുക്കം. എന്നിട്ട് മേടി പാപ്പ പറഞ്ഞ് 2ാമത് എല്ലാം തുടങ്ങുമെന്ന് പറഞ്ഞ്. 2ാമത് തുടങ്ങുമ്പോൾ അപ്പോസ്തല വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുതിയ കാലം ഉണ്ടാകുമെന്ന്. സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം നമുക്ക് യൂറോപ്യൻ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ സഭാ ചുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കണ കാണാം. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കണത്? ആ സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം പുതിയൊരു സഭയുണ്ടാകും. ആ സഭ വിശ്വാസത്തിൽ അപ്പോസ്തല പാരമ്പര്യത്തെ അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അതായത് നമ്മൾ ഏത് കാലഘട്ടം വന്നാലും, ഇപ്പോൾ AI-യുടെ ഒരു കാലഘട്ടമാണ് വന്നത് അല്ലേ? AI വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഫാസ്റ്റിങ്
എല്ലാം സ്പീഡാവും. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ഈ ഏറ്റെടുക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും. സൃഷ്ടിക്കുക, പരിപാലിക്കുക, നയിക്കുക എന്നുള്ള ദൈവസ്ഥാനം ഏറ്റെടുക്കും. ദൈവസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്ത തരത്തിൽ നിൽക്കും. അപ്പോൾ യൂദയായിലുള്ളവരെ കർത്താവ് എന്താ പറഞ്ഞത്? മരുമകളിലേക്ക് ഓടിപ്പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രാർത്ഥന തന്നെയായിരിക്കും അതിൻ്റെ പ്രതിവിധി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വിശ്വാസം കൊണ്ടും ദൈവത്തെ പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിൽ അനുഭവവേദ്യമാകാനുള്ള ശരാശരി മനുഷ്യൻ്റെ കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉടമ്പടി കാണിക്കുന്ന ഒരു അടയാളം. ഉടമ്പടി ഭാവിക്ക് വേണ്ടി നേരത്തെ ഉദിച്ച ഒരു ഉഷകാല നക്ഷത്രം പോലെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചക്രവാളത്തിൽ, ആധ്യാത്മിക ചക്രവാളത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരണത്. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്നേഹ ഷൈജൻ്റെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഷൈജൻ ഒരു കാത്തലിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എനിക്കറിയത്തില്ല. അവിടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. പക്ഷേ ഒരു നോൺ ക്രിസ്ത്യൻ ആണെന്ന് അവൾ പറയുന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദൈവത്തെ പരിചയപ്പെടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യനാണ്, ഒരു സ്ത്രീയാണ്. ഈ ദൈവത്തെ ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഈ സ്നേഹ ഷൈജൻ. അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ എനിക്ക് 1 by 1 ആയിട്ട് അറിയാം. അപ്പോൾ അവരിതിന് പറയണത്, അവർ ഈ കൃപാസനം പത്രം അവർക്കിങ്ങനെ അടിക്കടി ഭർത്താവ് ജയിലിലായി, അമ്മയമ്മക്ക് ഭ്രാന്തായി, തനിക്ക് ബ്ലീഡിങ് ആയി, തൻ്റെ വണ്ടി ജീവന മാർഗത്തിൽ തൻ്റെ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി ഇടിച്ച് ഡ്രൈവർ മരിച്ചു, രാത്രിയാണ് 1 മണിക്കാണ് വണ്ടി ഇടിച്ചത്, അത് നോക്കാനും തിരക്കാനും പോകാൻ വരുമ്പോൾ താനൊരു ഒറ്റ പെണ്ണായിട്ട് തനിക്ക് പറ്റണില്ല. അപ്പോൾ ഞാനൊരു വീട്ടിലേക്ക് വിളിച്ചു, അപ്പോൾ അവനെ എന്നെ സഹായിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണമായ ഓരോ ദിവസവും ഇങ്ങനെ വളരെ ഗുരുതരമായ കാഷ്വൽ സംഭവിക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ തോന്നുകയാണ്, എടാ ഇനി കൃപാസനമല്ലേ ഉള്ളെന്ന്. അത് കാര്യം ഇത്രയും അതാണ് സംഭവം. എന്നാൽ കൃപാസനത്തിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാവും ഇത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. ഇത്രയും ഒറ്റ പെണ്ണായി നിന്നുണ്ട് അവർക്ക് നമുക്ക് സ്ത്രീകളെല്ലാം ഇങ്ങനെ ആഡംബരമായിട്ട് ഭംഗിയായിട്ടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കണം. എന്താണ് അവരുടെ വീട്ടിൽ നോക്കാനും തിരക്കാനും ഭർത്താവും മക്കളും ഒക്കെ നല്ല ടിപ്പന്മാർ കാര്യങ്ങൾ തിരക്കാൻ അന്വേഷിക്കാനുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഭർത്താവ് ചെയ്യില്ല. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പോകാനുള്ള അമ്മയ്ക്ക് ഭ്രാന്ത, അമ്മ ഭ്രാന്തല്ല, പിള്ളേരെ കടിക്കണുണ്ട്. അവൾ പറഞ്ഞ് എന്നോട് അവിടെ ഈ സാക്ഷ്യത്തെ സ്നേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചോറ് കൊടുത്തിട്ട് അമ്മേൻ്റെ കൈയിട്ട് കടിച്ചെന്നാണ്. കടിയെന്ന് വെച്ചാൽ വല്ലാത്ത കടിയാണേ, വെളിവില്ലല്ലോ തിരക്ക്. അപ്പോൾ ഇത് എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ആരുമില്ല, അമ്മനെ ഏൽപ്പിക്കാൻ ആരുമില്ല, ഭർത്താവ് ജയിലുമായി, ജീവിക്കാൻ മാർഗ്ഗമില്ല, തനിക്ക് ബ്ലീഡിങ്ങുമായി. ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്ന ഒരാളിനെ ആണ് ഈ കൃപാസനം പത്രം. അപ്പോഴാണ് ഓർക്കുന്നത്, കൃപാസനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ആ പത്രം വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഉടനെ ഇവിടെ പത്രം എടുത്ത് നോക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്ക് മുമ്പേ നിങ്ങളുടെ സങ്കടപ്പാടുകൾക്ക് മുമ്പേ, നിന്റെ ദുഃഖപ്പാടുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ഒരു കരുതലാണ് അത്, ശരിക്കും പറഞ്ഞാൽ ഒരു കരുതലാണ്. എന്താണ്? തക്ക സമയത്താണ് അവിടെ നിനക്ക് അറിവ് നൽകും. ദൈവത്തിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും, അല്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അല്ലേ വിനയത്തോടെ നിൽക്കുവിൻ. തക്ക സമയത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പൊ സമയം നിങ്ങൾ നിശ്ചയിക്കരുതെന്നാ പറയണത്. മനസ്സിലായില്ലേ? വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തുകെട്ടി ഇറങ്ങാമെന്ന് പറയരുത്. അതൊക്കെ ദൈവത്തെ പരീക്ഷിക്കുന്ന തുല്യമാണ്. മറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്ങനെ വെയിറ്റ് ചെയ്യണം? പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കാൻ. വെറുതെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുസന്നിധി വെയിറ്റ് ചെയ്യണത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ അല്ല. കർത്താവ് എന്താ പറയണത്? നിങ്ങളെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട
പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് കാത്തിരിപ്പിന് മുമ്പുള്ള എന്താണ്? ജെറുസലേം വിട്ടുപോകരുത്. അതാണ് സംഭവം. 93-92 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ജെറുസലേം ദൈവത്തിൻ്റെ സന്നിധാനമാണെന്നാണ്. അതായത് നമ്മൾ ക്ലേശങ്ങൾ 1 by 1 ആയിട്ട് വരുമ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കണ പോലെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്താണ്? ജെറുസലേം വിട്ടുപോകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധാനം വിട്ടുപോകരുത്, ദൈവ സാന്നിധ്യം തന്നെ ആയിരിക്കണമെന്ന്. ചില ആൾക്കാർ സംശയിക്കും. ചില ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഭർത്താവ് ജയിലിലായില്ല, അമ്മ ഭ്രാന്തായില്ല, ഞങ്ങളുടെ വീട്ടിൽ വണ്ടി ഇടിച്ചില്ല. എൻ്റെ മക്കളെ, നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ നടക്കും. ഇതെല്ലാം ഓൾ ഓൺ എ സഡൻ റെക്ടിഫൈ ചെയ്യാനും ദൈവത്തിന് കഴിയും. അത് നിങ്ങൾ അറിയണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക 5 കാര്യം സംഭവിച്ചാലും 50 കാര്യം സംഭവിച്ചാലും അര മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. മനസ്സിലായി? അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് സമയം അനുഭവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് സ്നേഹശൈലിന് ഒരു വചനം കിട്ടും. ആ 119:73 ദുരന്തങ്ങൾ എനിക്ക് ഓഹരിയായി വന്നു, ദുരന്തങ്ങൾ കർത്താവിൻ്റെ കൽപ്പന എന്നെ പഠിപ്പിച്ചു വന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ആരാധന, ആരാധന. യേശുവേ ആരാധന. ആരാധന, ആരാധന. യേശുവേ ആരാധന. 119 സങ്കീർത്തനം 71 തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ചട്ടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനമാണ്. മനസ്സിലായില്ലേ? ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി. അതായത് സങ്കീർത്തനത്തിൽ 119:71 എന്താണ്? ദുരിതങ്ങൾ പറഞ്ഞേ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ. അതായത് ഈ ചട്ടങ്ങൾ അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, 2 തരം കാലാവസ്ഥയിൽ ഇത് സംഭവിക്കും. ഒന്ന്, നമ്മൾ വളരെ ജോലി കിട്ടുന്നു, നമുക്ക് കല്യാണം കഴിക്കുന്നു, നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ സ്ട്രോക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഹാപ്പി മോർ ദാൻ എവരിബഡി. ഓക്കെ. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ അത് മൂലം പാലിച്ചൊക്കെ പോകുന്നു. ഇതിൻ്റെ മാർക്കെന്ന് പറയുന്നത് ഒരു 10 മാർക്കായിരിക്കും ഉള്ളത്. അതായത് പക്ഷേ ദുരിതങ്ങളിലാണ് നീ ദൈവത്തിൻ്റെ കൽപ്പന അഭ്യസിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ദൈവം തന്നെയായിരിക്കും. വ്യത്യാസം അതാണ്. അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി. ആ ഉടമ്പടി റിസൾട്ടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരു നല്ല കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന എളുപ്പമാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പഠനമുണ്ട്, നമുക്ക് ജയിച്ചിട്ടുണ്ട്, നമുക്ക് വിസ കിട്ടി, നമുക്ക് PR കിട്ടി, നമ്മൾ ഓക്കെ ആയി, നമുക്ക് വസ്തു മേടിച്ചു അല്ലെങ്കിൽ വിറ്റു അല്ലെങ്കിൽ വീട് കിട്ടി, നമുക്ക് ഓക്കെ. ഈ കാലത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ബ്ലെസ്സിങ്സ് എന്ന് പറയും.